പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടുപ്പുള്ള ഒരു വ്യക്തിയോ ഇമോഷണലായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ ലോജിക്കലിയാണോ അവരോട് മറുപടി കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ അവർക്ക് റിഗ്രറ്റ് തോന്നും, പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് അവരെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീഡ്. കാരണം അവർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആൻസറോ അല്ലെങ്കിൽ ഫാക്റ്റോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനോ അല്ല നിങ്ങളിൽ നിന്നും സീക്ക് ചെയ്യുന്നത്. ജസ്റ്റ് അവരുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക, ഒന്ന് ഓപ്പൺ അപ്പ് ആവുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു ടൈമിൽ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിയോ നിങ്ങളുടെ പാർട്ട്ണറോ ഇമോഷണലി ഒരു കാര്യം നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ലോജിക്കലി മറുപടി കൊടുക്കാതെ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഫൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ വേണ്ട ആളുകൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, ഫൈറ്റ് അഫർമേഷൻ അയച്ചു തരാം. അതൊരു 21 days എങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി.